ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നില്ലേ ഞാൻ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് കുബൂസ് ഉണ്ടാക്കണം. അപ്പോൾ കുബൂസിന് വേണ്ടിയിട്ട് ഞാൻ കുഴക്കുന്നതാണിത്. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റ്, ഞാനൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിൽ ഒരു സ്പൂണ് ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ കുബൂസ് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് വെറുതെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ വെള്ളത്തിന് പകരം പാലാണ് എടുത്തിന്, ഇളം ചൂടുള്ള പാല്. നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ, ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. ഞാൻ പാലാണ് എടുത്തിന്. പിന്നെ അത് കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഡ്രൈ ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് വെക്കണം, കുറച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് പൊങ്ങുന്ന ടൈമിൻ്റെ അടുക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ആക്കി എടുക്കാം. ഞാൻ ചിക്കന് എല്ലില്ലാത്ത പീസാണ് എടുത്തിന്, അത് ചെറിയ ചെറിയ ക്യൂബായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ഇടണം. ഞാനൊരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് സോയാ സോസാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, കാരണം സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. ഇതെല്ലാം നല്ലോണം നമുക്ക് മിക്സ് ആക്കാം. അപ്പം നിങ്ങൾ ചില സോയാ സോസിൽ ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല. എന്നിട്ട് ഇതൊരു 1/2 സ്പൂണോളം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കില്ല, ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഓയിലിൽ തന്നെ നല്ലോണം ഫ്രൈ ചെയ്യണം. വെന്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയൊരു ക്രിസ്പി പോലെ ആവും ചിക്കൻ, കാരണം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതേപോലെ ഇങ്ങനെ നല്ല ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇപ്പോൾ ഞാൻ സെയിം പാൻ തന്നെയാണ് എടുത്തിന്. ആ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്ത് അതേ പാനിൽ ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. 2 ചെറിയ ക്യൂബ് ബട്ടറാണ് ഇട്ടിന്. ബട്ടറിന് പകരമില്ല, നിങ്ങൾക്ക് ഓയിലും എടുക്കുക, പക്ഷേ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബട്ടർ ചൂടായി വന്നാൽ അതിലേക്ക് ഞാനൊരു 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ബട്ടറിലില്ല, നമ്മൾ ഈ വെളുത്തുള്ളി മൂപ്പിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന വെജീസ് ക്യാപ്സിക്കം, ഉള്ളി, അതേപോലെ തന്നെ തക്കാളിയാണ് എടുക്കുക. ഞാൻ ഒരു വലിയ സൈസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ് ഉള്ളി പിന്നെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വെളുത്തുള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഉള്ളിയിൽ നല്ലോണം ഒന്നും സോഫ്റ്റ് ആണോന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറിയാൽ മതി, ഒരു പിങ്ക് കളറിലായാൽ തന്നെ മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉള്ളി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഞാൻ ഇതേപോലെ തന്നെ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിനി. നിങ്ങളുടെ കയ്യിൽ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ, യെല്ലോ ആണോ റെഡ് ഏതായാലും ഇടാം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് തക്കാളി ഇടണം. ഞാൻ ഒരു തക്കാളി എന്ന് എടുത്തിന്, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തിന് ചെറിയ ക്യൂബായിട്ട്. ഇതും അതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം, ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാൻ. ഞാനൊരു 1/2 സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മുളക് പൊടീൻ്റെയോ ഗരം മസാലേൻ്റെയോ കുത്തൽ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് ഏതായാലും പ്രശ്നമൊന്നുമില്ല. 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇടുക, അതേപോലെ തന്നെ 1 സ്പൂണ് സോയാ സോസ് ഇടുക. ഇതിലില്ല, സോയാ സോസാണ് മെയിൻ വേണ്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, കാരണം ടൊമാറ്റോയിലും കെച്ചപ്പിലും സോയാ സോസിലെല്ലാം ഉപ്പുള്ളതുകൊണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് ലാസ്റ്റ് ഇതിൽ മേലയിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാണ്. ഈ ഫില്ലിങ്സിലെ നല്ല ടേസ്റ്റാണ്, അങ്ങനെ നമുക്ക് അധികം മടുപ്പ് വരാത്ത ടൈപ്പ് ഒരു ഫില്ലിങ്സാണ് ഇത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കുബൂസിൻ്റെ മാവില്ലേ, അതിൽ ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അതൊക്കെ വലിയ ബോൾസ് വേണ്ട, ചെറിയ നമുക്ക് പൂരിയിലെല്ലാം എടുക്കുന്നില്ലേ, അത്ര ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇല്ല, ഇത് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മാത്രം ഞാനിപ്പോൾ നിങ്ങൾക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൈദയിൽ ഇത് മുക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം.
നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നില്ലേ റൗണ്ടായിട്ട്, അതേപോലെയല്ല. ഇതേപോലെ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ നീളത്തിലാണ് പരത്തേണ്ടത്. അതേപോലെ അധികം നേർങ്ങനെയും ആക്കണ്ട, ചെറുങ്ങനൊരു കട്ടിയിലുണ്ടാകണം ഇത് പരത്തുമ്പോൾ. ഇതേപോലെ ഇതാ ഈ ഒരു തടിങ്ങനെയാണ് നമുക്കിത് പരത്തേണ്ടത് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ഒന്നാകെ. ഇത് പരത്തുമ്പോൾ ഇല്ല അധികം നേർങ്ങനാവാണ്ട് ശ്രദ്ധിക്കുക, കുറച്ചൊരു തടിങ്ങനെ തന്നെ ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. ഇത് ഡിപ്പ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ മൈദയിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഡിപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പരത്തി വെച്ച മാവ് ആ മൈദ മിക്സിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ മൈദ ആക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട വെച്ചിട്ട് അങ്ങനെ ആക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കുന്ന പോലെ മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലാക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ മൈദയിലും ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലാക്കുന്നതാണ്. ഇതേപോലെ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കില്ല ഞാൻ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമുക്കിത് ചൂടാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഉള്ളിൽ നമുക്ക് കുക്കായി കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഓയിൽ ഇട്ടതിൻ്റെ ശേഷമില്ലേ അത് തനിയെ ഇങ്ങനെ മേലോട്ടേക്ക് പൊന്തി വന്നാൽ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ബലൂൺ പോലെ ഇങ്ങനെ പൊന്തി വരും. ഇപ്പോൾ നമ്മൾ പൂരിയൊക്കെ ചുടുന്നില്ലേ, ബട്ടൂരിയും പൂരിയൊക്കെ, അപ്പോൾ അതെങ്ങനെ ഇങ്ങനെ പൊന്തി വരില്ല, അതേപോലെ തന്നെ ഇത് പൊന്തി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം കൂടിയിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിതെങ്ങനെ ഇനി നമുക്ക് ആക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെടുത്തിട്ടില്ല ഇങ്ങനെ നടുക്ക് നമുക്ക് നീളത്തിൽ ഇങ്ങനെ കട്ട് വെച്ച് കൊടുക്കണം. നടുക്കായിട്ട് ഇങ്ങനെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ മയോണീസ് ഇട്ട് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മയോണീസ് ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഇല്ലേ അത് നിറച്ച് കൊടുക്കാം. ഓവറായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ഒരു 2 സ്പൂൺ അങ്ങനെ മാത്രം ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഇല്ലേ ഞാൻ എല്ലാം കൂടിയിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഒന്നാകെ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നൂറ് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്ക മയോണീസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട് മയോണീസ് ഒന്ന് മേലയിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിന്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളെ വാല്യുബിളായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുവരെ ടാറ്റ, ബൈ, അസ്സലാമു അലൈക്കും.